പക്ഷേ ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനിസ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കുകയാണ്. അടുത്ത റമദാന് മുമ്പ് തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് പ്രഖ്യാപനം വന്നേക്കുന്നത്. ബംഗ്ലാദേശ് ജനാധിപത്യ സംവിധാനത്തിലേക്ക് മടങ്ങി വരുന്നത് ആശ്വാസകരം തന്നെയാണ് അല്ലേ? ആശ്വാസകരമാണ്. പ്രത്യക്ഷത്തിൽ ആ വാർത്ത നമുക്ക് ജനാധിപത്യവാദികൾക്കൊക്കെ ഒരു ആശ്വാസം നൽകേണ്ടതാണ്. പക്ഷേ പ്രഖ്യാപിക്കുന്നത് മുഹമ്മദ് യൂനിസ് ആയതുകൊണ്ട്, അദ്ദേഹം അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരി അല്ലാത്തതുകൊണ്ട്, അട്ടിമറിയിലൂടെ വന്ന ഒരാളായതുകൊണ്ട്, മറ്റേതൊക്കെയോ വിദേശ ശക്തികളുടെ കയ്യിലെ പാവയായതുകൊണ്ട്, ജനാധിപത്യ പ്രക്രിയയെക്കുറിച്ച് സംസാരിക്കാനുള്ള ധാർമ്മികമായ അർഹതയില്ലാത്ത ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ആശങ്കയോടെ ആയിരിക്കണം. പ്രത്യേകിച്ചും ബംഗ്ലാദേശികൾ മാത്രമല്ല, ഇന്ത്യക്കാരും അതുപോലെ ലോകവും കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, അദ്ദേഹം ഒരു കാര്യം വാക്ക് പാലിക്കുന്നു എന്നുള്ളത് ശരിയാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ ഒരു ഇൻ്ററിം ഗവൺമെൻറ്റിൻ്റെ, താൽക്കാലിക ഗവൺമെൻറ്റിൻ്റെ ചീഫ് അഡ്വൈസറായി സ്ഥാനമേൽക്കുന്നത് ബംഗ്ലാദേശിലെ ജനാധിപത്യ പ്രക്രിയ പൂർത്തീകരിക്കുന്നത് വരെയായിരിക്കും. തെരഞ്ഞെടുപ്പ് നടത്തും, എത്രയും വേഗം തെരഞ്ഞെടുപ്പ് നടത്തും എന്നാണ്. പക്ഷേ 2024 ആഗസ്റ്റ് മാസം 5-ാം തീയതിയോടുകൂടി ആണ് അവിടുത്തെ കലാപം അവസാനിച്ചത്. അന്നാണ് ഷെയ്ഖ് ഹസീന അവിടുന്ന് പ്രാണനും കൊണ്ട് ജീവനും കൊണ്ട് ഓടി ഇന്ത്യയിൽ അഭയം തേടിയത്. അതിപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു കൊല്ലത്തിനുള്ളിൽ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റിയിട്ടില്ല. അതങ്ങനെ നീട്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ പറയുന്നത് പോലും വിശ്വസിക്കാൻ പറ്റുമോ, നടപ്പാക്കുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ എന്തായാലും പറയുന്നത് 2026 ഫെബ്രുവരിയിൽ, ഏതാണ്ട് അത് കഴിഞ്ഞ റംസാനാണ്. അപ്പോൾ റംസാൻ്റെ തൊട്ട് മുമ്പ്, ബംഗ്ലാദേശിൽ ഇപ്പോൾ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യം എന്ന നിലയിൽ റംസാൻ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. പക്ഷേ റംസാന് മുമ്പായിട്ട് ഇലക്ഷൻ നടത്തിയിരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. മാത്രമല്ല, അവിടുത്തെ ഇപ്പോൾ അവശേഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അദ്ദേഹം ഈ കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നിലനിൽക്കുന്ന ഈ ഇടക്കാല ഗവൺമെൻറ് അവിടുത്തെ ഇലക്ഷൻ കമ്മീഷന് ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2026 ഫെബ്രുവരിയിൽ റംസാൻ തുടങ്ങുന്നതിന് മുമ്പായി ഇലക്ഷൻ നടത്താൻ ഞങ്ങൾക്ക് സമ്മതമാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇനി ഇലക്ഷൻ കമ്മീഷന്റെ പ്രോസസ്സാണ്, അതിൻ്റെ സാങ്കേതികത്വം മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷെ നിലനിൽക്കുന്ന ആശങ്കകൾ അതൊന്നുമല്ല. സുതാര്യത ഉണ്ടാവില്ല. ഒന്ന്, എങ്ങനെ ഇലക്ഷൻ നടത്തുന്നു, സുതാര്യമായിരിക്കുമോ, സത്യസന്ധമായ അല്ലെങ്കിൽ വിശ്വസനീയമായ ഒരു ജനാധിപത്യ പ്രക്രിയ അവിടെ നടക്കുമോ? ഒന്ന്. അതിനേക്കാൾ മുമ്പേ ഉള്ള ഒരു ചോദ്യം, വോട്ടർ പട്ടികയിൽ ആരുണ്ടാകും, ആരുണ്ടാവില്ല. മറ്റൊരു ചോദ്യം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ ആരൊക്കെ അനുവദിക്കും, അനുവദിക്കാതിരിക്കും. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. ഈ മുഹമ്മദ് യൂനുസിന്റെ ഒരേ ഒരു ദൗത്യം തന്നെ ഷെയ്ഖ് ഹസീനയെയും അവാമി ലീഗിനെയും തുടച്ചു നീക്കുക. എത്ര ഭീകരമായിട്ടാണെന്ന് ചോദിക്കൂ. ഈ പത്രസമ്മേളനത്തിൽ പോലും, ഞാനിതാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന പത്രസമ്മേളനത്തിൽ പോലും അദ്ദേഹം ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത് ഷെയ്ഖ് ഹസീനയുടെ ഫാസിസ്റ്റ് ഭരണം എന്നാണ്. ആലോചിച്ച് നോക്കൂ. ഒരു 10-15 കൊല്ലമായിട്ട് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അവർ പലതവണ അധികാരത്തിൽ വന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കാലം തൊട്ട് ബംഗ്ലാദേശ് ഇത്രയും വരെ എത്തിച്ചതിൽ, ഇപ്പോൾ 50-55 കൊല്ലം ബംഗ്ലാദേശിനെ വളർത്തിയതിലൊക്കെ പങ്കുവഹിച്ചൊരു പാർട്ടിയാണ് അവാമി ലീഗ്. അപ്പോൾ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ്. ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന അതേ ദിവസം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഭീകരകൃത്യം, ഇന്റർനാഷണൽ ക്രൈം ട്രിബ്യൂണൽ എന്നൊരു കോടതി ഉണ്ടായിട്ട്, വിശേഷപ്പെട്ട കോടതി ഉണ്ടാക്കിയിട്ട് 2024 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ അവിടെ നടന്ന കലാപത്തിന് ഉത്തരവാദി ആരാണെന്ന് കണ്ടെത്തുകയാണ്. 3 പേരാണ് അവിടുത്തെ കലാപത്തിന് ഉത്തരവാദി. ആലോചിച്ച് നോക്കൂ. ആ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഡീപ് സ്റ്റേറ്റ് ഫണ്ടിങ് നടത്തിയ അമേരിക്കയോ ജോർജ് സോറസോ അല്ല. വിദേശത്ത് കഴിഞ്ഞിരുന്ന മുഹമ്മദ് യൂനുസിനെ കൃത്യമായി ഈ കലാപം നയിക്കാനും അതിന് നിർദ്ദേശം കൊടുക്കാനും ഡെപ്യൂട്ടി ചെയ്ത വിദേശ താല്പര്യങ്ങളല്ല. അവിടെ ഈ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വാന്തിക്കാൻ ഇറക്കിവിട്ട മതമൗലികവാദ ശക്തികളല്ല. എല്ലാ കാലത്തും ബംഗ്ലാദേശ് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ച ജമാഅത്തെ ഇസ്ലാമി പോലുള്ള കക്ഷികളല്ല. പ്രതിപക്ഷം എന്ന നിലയിൽ അതീവ ദുർബലമായ നിലപാട് മാത്രം സ്വീകരിച്ചിരുന്ന BNP പോലുള്ള പാർട്ടികളും അല്ല. പിന്നെ ചെറിയ അപ്രധാനമായ രാഷ്ട്രീയ പാർട്ടികൾ വേറെയുണ്ട്. ഇവരൊന്നും അല്ല അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ്. അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് ബംഗ്ലാദേശിനെ ഷെയ്ഖ് ഹസീനയിൽ നിന്ന് മോചിപ്പിക്കുക. അതിന് ഫാസിസ്റ്റ് ഭരണകൂടം എന്ന് പേര് പറയുക. എന്നിട്ട് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ വെർഷൻ അനുസരിച്ച്
ബംഗ്ലാദേശിലെ ഫാസിസ്റ്റ് ഭരണകൂടത്തെ മാറ്റിയിട്ട് അവിടെ ജനാധിപത്യ പ്രക്രിയ നടപ്പാക്കുകയാണ്. അതിനുവേണ്ടി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താ? 3 പേരാണ് ഈ അക്രമം മുഴുവൻ. 1500-ലേറെ പേർ, കുറഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് 1500-ലേറെ പേര് കൊല്ലപ്പെട്ടു എന്ന് കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. 11,000-ലേറെ പേർക്ക് പരിക്കേറ്റതിൻ്റെ കണക്കുണ്ട്. ഏതാണ്ട് 17,000 പേര് അറസ്റ്റ് ജയിലിൽ കിടന്നിട്ടുണ്ട്. ഈ അക്രമം എത്രയോ കൊള്ളകൾ നടന്നു, കൊള്ളിയൊപ്പുകൾ നടന്നു. ഭരണകൂടത്തിൻ്റെ മുഴുവൻ സ്ഥാപനങ്ങളും, സെക്രട്ടേറിയറ്റ് മന്ദിരങ്ങൾ, മന്ത്രിമന്ദിരങ്ങൾ, പ്രസിഡന്റിന്റെ മന്ദിരം, പ്രധാനമന്ത്രിയുടെ മന്ദിരം എല്ലാം തകർക്കപ്പെടുകയാണ്. ഈ പൊതുമുതൽ തകർക്കപ്പെട്ടതിൻ്റെ കണക്ക് പോലും ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. അതിനു മുമ്പേ പൂർത്തിയായൊരു കാര്യമുണ്ട്. ആരാണ് ഇതിന് ഉത്തരവാദി? ഉത്തരവാദി 3 പേരാണ്. ഒന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന, മറ്റൊന്ന് ആഭ്യന്തരമന്ത്രി, മറ്റൊന്ന് പോലീസ് മേധാവി. 2 പേര് ജീവനും കൊണ്ട് നാട് വിട്ടു. ഒരാൾ ഇന്ത്യയിലാണ്, ഒരാൾ യൂറോപ്പിലാണ്. അവിടെ ഇപ്പോൾ തടവിൽ കിടക്കുന്ന, പിടിച്ച് തടവിലിട്ട പോലീസ് മേധാവി മാപ്പുസാക്ഷിയായിട്ട് മാറിയിട്ടുണ്ട്. ഇനി 2 പേരെ കിട്ടണം, അവരെ വകവരുത്തണം. ഷെയ്ഖ് ഹസീനയാണ് ശത്രു എന്ന അവസ്ഥ വന്നിട്ടുണ്ട്. ഒന്ന്, പ്രോസിക്യൂട്ടറെ നിയമിച്ചു ട്രിബ്യൂണലിലേക്ക് ഭരണകൂടത്തിന് വേണ്ടി. മുഹമ്മദ് യൂനിസിന്റെ ഭരണകൂടത്തിന് വേണ്ടി ട്രിബ്യൂണലിലേക്ക് ഒരു പ്രോസിക്യൂട്ടറെ നിയമിച്ചു. അതായത് താജുൽ ഇസ്ലാം എന്ന മറ്റാണ് പേര്. അദ്ദേഹം വിധി പറഞ്ഞിരിക്കുന്നു. ഈ 3 പേരാണ് പ്രതികൾ. അവരെ ഞങ്ങൾ ഏത് വിദേശത്തിരുന്നും ഞങ്ങൾ വിചാരണ ചെയ്യുന്ന. അതൊരു വലിയ ആശങ്കയാണ്. ഷെയ്ഖ് ഹസീനയുടെ ജീവന് എന്ത് സംഭവിക്കും എന്നതാണ് ജനാധിപത്യ പ്രക്രിയയിൽ ആദ്യത്തെ ചോദ്യം. നമ്പർ 2, അവാമി ലീഗ് എന്ന ആ രാജ്യമാക്കി തീർത്ത, ആ ദേശത്തോട്, ആ രാജ്യത്തെ ഈ നിലയിലൊക്കെ എത്തിച്ചതിൽ പങ്കുവഹിച്ച, ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ ഫ്രയിൽ ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാകുമോ? അവാമി ലീഗിനെ നിരോധിച്ചുകൊണ്ട് എന്ത് ഇലക്ഷനാണ് അവിടെ നടത്താൻ പോകുന്നത്? 3, നേരത്തെ നിരോധിക്കപ്പെട്ട രാജ്യദ്രോഹ ശക്തികളെ മുഴുവൻ തുറന്നു വിട്ടുകൊണ്ടിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതികൾ, തടവിൽ കടന്ന മുഴുവൻ കുറ്റവാളികളെയും പുറത്തു വിടുന്നു. നിരോധിക്കപ്പെട്ടിരുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് പൂർവാധിക ശക്തിയോടെ പ്രവർത്തിക്കാൻ കഴിയുന്നു. ബംഗ്ലാദേശ് വിരുദ്ധരായിരുന്ന ആ പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു. ഇത്തരം ആശങ്കകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയ സമ്പൂർണ്ണമാകുമോ, സത്യസന്ധമാകുമോ? പക്ഷെ മാഷെ, അവിടെ സൈന്യത്തിന്റെ നിലപാട് നിർണായകമാണ്. വാക്കുറുസമാൻ കൃത്യമായ നിലപാടെടുക്കുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നത്. അവിടെ ഷെയ്ഖ് ഹസീന ഇറങ്ങിപ്പോയൊരു രാഷ്ട്രീയ സാഹചര്യമല്ല അവിടെ. ഇപ്പോൾ ജനങ്ങൾ തിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരു പരിധി വരെ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇപ്പം മടങ്ങി ചെന്നാൽ അവിടെ വലിയ രീതിയിലുള്ള ജനസ്വീകാര്യത കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇനി മുഹമ്മദ് യൂനിസിനെ കടിച്ചു തൂങ്ങി നിൽക്കാനായിട്ട് ശ്രമിക്കുമോ ഇനി? അല്ല, മുഹമ്മദ് യൂനിസിന്റെ അജണ്ട വളരെ ക്ലിയർ ആണ്. പക്ഷേ മുഹമ്മദ് യൂനിസിന് ഇപ്പോൾ പ്രാണരക്ഷാർത്ഥം, ഇപ്പോൾ മുഹമ്മദ് യൂനിസ് വളരെ കറക്റ്റ് ആയിട്ടോ പറഞ്ഞത്, ഈ ഇപ്പോഴെങ്കിലും ഇലക്ഷൻ പ്രഖ്യാപിച്ചില്ലെങ്കിൽ മുഹമ്മദ് യൂനിസിന് നേരെ വരും അവിടുത്തെ കലാപകാരികൾ, രാജ്യം മുഴുവനും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് തടി കാക്കാനുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണിത്. പക്ഷേ ഇനി അതിനകത്ത് ഇദ്ദേഹത്തിന്റെ അജണ്ട നടപ്പാക്കാൻ ഇലക്ഷന്റെ ഒരു മറയാക്കിയിട്ട് ഹസീനയ്ക്കും അവാമി ലീഗിനും എതിരായിട്ട് നീങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന് ഇനി കണ്ടറിയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും വളരെ ശരിയാണ് പ്രേമന്റെ നിരീക്ഷണം. അതായത് പ്രത്യേകിച്ച് പാകിസ്ഥാനിലായാലും ബംഗ്ലാദേശിലായാലും ജനാധിപത്യ പ്രക്രിയയിൽ ഭരണകൂടത്തെക്കാൾ വലുതാണ് എപ്പോഴും പട്ടാളം. അതുകൊണ്ട് പട്ടാളത്തിന്റെ നിലപാടിൽ കുറെ കൂടി നീതി കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സത്യസന്ധമായ ഒരു ഇലക്ഷൻ, അല്ലെങ്കിൽ നേർക്കുനേരെയുള്ള ഫെയർ ആയ ഒരു ഇലക്ഷൻ, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയില്ലേ, അത് നടക്കാനുള്ള ഒരു മുൻകൈ പട്ടാളത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമോ എന്നാണ് ഇനി കാത്തിരിക്കേണ്ടത്. അതായത് അമേരിക്കൻ പാവയായി ആ നാടിനെ അട്ടിമറിക്കാൻ വന്ന മുഹമ്മദ് യൂനുസ് എന്ന പ്രതിലോമകാരിയെ നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ട് പട്ടാളത്തിന്റെ കൂടി മേൽനോട്ടത്തിൽ ഒരു ഇലക്ഷൻ നടന്നു കിട്ടിയാൽ ഹസീനയ്ക്കും അവാമി ലീഗിനും കൂടി നീതി കിട്ടും. അതായിരിക്കും ലോകം പ്രതീക്ഷിക്കുന്നത്, അതാണ് ബംഗ്ലാദേശികൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക.